ഫേസ്ബുക്കിലൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഫേസ്ബുക്കിൽ ഒരുപാട് കുറിപ്പുകളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. വായന ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ഒരുപാട് വായിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പണ്ഡിതൻ്റെ കുറിപ്പ് ഞാൻ വായിക്കാനിടയായി അടുത്ത ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് പണ്ഡിതന് ഒരു വിലയില്ല, ഒരു നിലയില്ല. ഏതുവരെ ഒരു കല്യാണ പന്തലിൽ, ഒരു ഫംഗ്ഷൻ പരിപാടിയിൽ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെയും അതേപോലെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും അവരെ പ്രത്യേകം സജ്ജമാക്കി സീറ്റുകളിലൊക്കെ ഒരുക്കി അവരെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ കല്യാണവേദികളിലും ഫംഗ്ഷനുകളിലും പരിപാടികളിലൊക്കെ പണ്ഡിതന് ഒരു വിലയും നിലയുമില്ലാത്ത അവസ്ഥ കാണുന്നു. അവർ പണ്ഡിതന്മാരല്ലേ, അവർ ആദരിക്കപ്പെടേണ്ടവരല്ലേ, ബഹുമാനിക്കപ്പെടേണ്ടവരല്ലേ, അവരെ നമ്മളെ മക്കളെ പോലും പഠിപ്പിക്കുന്നവരല്ലേ എന്ന് പറഞ്ഞൊരു ഒരു വിലാപം അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പിലൂടെ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഒരു പണ്ഡിതന് ഇത്രയും വില കുറയുന്നൊരവസ്ഥ, സമൂഹത്തിൽ ഒരു വില സംജാതമാകാത്തത്, എന്തുകൊണ്ടൊരു വില കുറഞ്ഞ അവസ്ഥ? ഒരല്പകാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉള്ളവൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം യഥാർത്ഥ പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. യഥാർത്ഥ പണ്ഡിതന്മാർക്ക് അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്, സ്നേഹിക്കപ്പെടേണ്ടവരാണ്. എല്ലായിടത്തും ഒരുപാട് സ്ഥാനവും ബഹുമാനവും ഒക്കെ നൽകേണ്ടവരാണ് നമ്മൾ. യഥാർത്ഥ പണ്ഡിതന്മാർക്ക് അവർക്ക് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റു മനുഷ്യരും ഞാനും തമ്മിലുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അതുപോലെയാണ് ഉലമാക്കൾ, പണ്ഡിതന്മാർ എന്ന് പ്രവാചകൻ പറഞ്ഞായി കാണാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല, സഹീഹ് തുർമുദിയും നസായി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠത നക്ഷത്രങ്ങൾക്കിടയിൽ, പ്രവാചകൻ പറയും, നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രനുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അതുപോലെയാണ് പണ്ഡിതന്മാർക്കുള്ള ശ്രേഷ്ഠത എന്ന് പറഞ്ഞായി കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഒരു അറിവ് അന്വേഷിക്കുന്ന വ്യക്തി, അറിവ് പഠിപ്പിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, അതായത് അറിവ് പഠിപ്പിക്കുന്ന ഈ പണ്ഡിതന്മാർക്ക് വേണ്ടി മത്സ്യത്തിലെ ആകാശഭൂമികളിലെല്ലാവരും പ്രാർത്ഥിക്കും. ആകാശഭൂമികളുടെയുള്ള സകലതും ഈ പണ്ഡിതന് വേണ്ടി പ്രാർത്ഥിക്കും. മാത്രമല്ല കടലിലെ മത്സ്യങ്ങൾ വരെ അദ്ദേഹത്തിന് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊക്കെ ഉള്ള വചനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് യഥാർത്ഥ പണ്ഡിതന്മാർക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. അവർ ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. യഥാർത്ഥത്തിൽ നമ്മളത് മനസ്സിലാക്കണം. അതേപോലെ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നില്ല? അവരെന്തുകൊണ്ട് അവഹേളിക്കപ്പെടുന്നു? അവരെന്തുകൊണ്ട് വേണ്ട സ്ഥാനം അവർക്ക് ലഭിക്കുന്നില്ല? 2-3 വിഷയങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും പ്രഗത്ഭന്മാരായി പണ്ഡിതന്മാർ ചെയ്യേണ്ട വിഷയം, പണ്ഡിതന്മാർ പ്രവർത്തിക്കേണ്ടത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ തൻ്റെ സമൂഹത്തിലെ കമ്മിറ്റിക്കാർക്ക് വേണ്ടിയോ തൻ്റെ സമൂഹത്തിലെ ഉന്നതന്മാർക്ക് വേണ്ടിയോ സംസാരിക്കുന്നവർ ആകരുത് പണ്ഡിതന്മാർ. എന്ന് പറഞ്ഞാൽ സത്യം മുറുകെ പിടിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനും വിശുദ്ധ പ്രവാചകൻ്റെ ചര്യയും അനുധാവനം ചെയ്ത് ജീവിക്കുന്നവരായിരിക്കണം പണ്ഡിതന്മാർ. അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടാവൂ. കമ്മിറ്റിക്കാരെ കുറിച്ച് പറഞ്ഞിടത്ത് പോലും എങ്ങനെ ആയിരിക്കണം പള്ളി പരിപാലിക്കുന്നവർ എന്ന് പറഞ്ഞിടത്ത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നവർ അത്യന്തരമായി അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുകയും ചെയ്യുന്നവരായിരിക്കണം ഇവരെന്ന്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി നിലനിർത്തുമ്പോൾ അവർക്ക് ഉണ്ടാവും വിലയും നിലയും സ്ഥാനവും ഒക്കെ ഉണ്ടാവും. അതേപോലെ നമുക്കറിയാം പണ്ഡിതന്മാർ ഒരു തെറ്റ് ചെയ്താൽ സമൂഹത്തിൽ ആ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ മാത്രമേ അറിയൂ. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാടുകളിൽ പോലും പറപ്പള്ളിയിൽ വെച്ച് ഉണ്ടായ സംഭവം, ഒരു ഉസ്താദ് എന്തോ ഒരു തെറ്റ് പറ്റിയെന്ന്, അതായത് പൂർണ്ണമായി ബോധ്യം വന്നിട്ടില്ല, അതിനു മുമ്പേ അദ്ദേഹത്തെ ശകാരിക്കുകയും അടിക്കുകയും തൊയ്ക്കുകയും ചാവി കണ്ടൊക്കെ കുത്തിയിട്ട് അദ്ദേഹത്തെ വളരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടിയിലൊക്കെ കാറ്റ്, വേറെ ആളെ വണ്ടിയായിരുന്നു, വണ്ടിയിലൊക്കെ കാറ്റൊക്കെ അയച്ചു കൂട്ടും, എന്തൊക്കെ ദ്രോഹം ചെയ്യുന്നു അതൊക്കെ ചെയ്തു. അതൊരു മകാമിൽ വെച്ച്. അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച തന്നെ ഖുതുബയിൽ അദ്ദേഹം തൻ്റെ പ്രഭാഷണത്തിൽ ഇവിടുത്തെ പറപ്പള്ളിയിലെ ഖത്തീബ് അദ്ദേഹം പറയുകയുണ്ടായി, ഒരു നീതിപരമായ കാര്യമല്ല നിങ്ങൾ ചെയ്തത്, അങ്ങനെയല്ല, അത് വേണ്ടപ്പെട്ടവർ ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലെ ഒരാളെ ആശ്രയിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരാളെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അങ്ങേയറ്റത്തെ ഖേദകരമായ കാര്യമാണെന്നൊക്കെ അദ്ദേഹം തൻ്റെ കുത്തുബയിൽ പറയുകയുണ്ടായി. ഞാൻ ഈ ഉള്ളവൻ കേട്ടിട്ടുണ്ട് ആ സംസാരം. പക്ഷേ ഇവിടെ ഒരു സമൂഹത്തിൽ ഒരു പണ്ഡിതൻ തെറ്റ് ചെയ്താൽ മൊത്തത്തിലുള്ള ആളുകൾ നോക്കുന്നത്, സാധാരണ ആളുകൾ നോക്കുന്ന മൊത്തത്തിൽ പണ്ഡിതന്മാർ എന്ന ഒരു വീക്ഷണത്തിലൂടെയാണ് അവർ, ആ ഒരു കാഴ്ചയിലൂടെയാണ് പലരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു തെറ്റ്, ഒരു പണ്ഡിതൻ ചെയ്യുന്ന തെറ്റ് സമൂഹത്തിൽ ആകപ്പാടെ പ്രചരിപ്പിക്കാനും സോഷ്യൽ മീഡിയയിലും ഇവിടെയും ഒക്കെ ഇട്ട് പ്രചരിപ്പിക്കാനും അതിനൊരു ആഘോഷമാക്കി മാറ്റാനും മറ്റു ചില ആളുകൾ ശ്രമിക്കുന്നു എന്നത് ഖേദകരമായ കാര്യമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതേപോലെ പണ്ടൊക്കെ ചാനലുകളിൽ വന്നിരുന്ന് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യരുത് അല്ലെങ്കിൽ കാണരുത് എന്നൊക്കെ ആണെങ്കിൽ, ഇന്ന് നമുക്കറിയാം ഇതിന് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, പ്രഭാഷണങ്ങൾക്ക് വേണ്ടി, നല്ല ഓത്തുകൾക്ക് വേണ്ടി, ഖുർആൻ പാരായണത്തിന് വേണ്ടിയൊക്കെ നല്ല ചാനലുകൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ
ഇവിടെ ചാനലുകളിൽ ഇരുന്നു കൊണ്ട് ഇവർ പറയുന്നത് പല പല പുതിയ പുതിയ ദിക്റുകൾ ഉണ്ടാക്കുകയും ദുആകൾ ഉണ്ടാക്കുകയും പ്രത്യേകമായി ഓരോ നിസ്കാരം പോലും ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അവർ നിസ്കാരത്തിൽ ചെയ്ത് ഓതുന്ന സൂറത്തുകൾ പോലും പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഇല്ലാത്ത സുന്നത്തുകൾ, ഇല്ലാത്ത ദിക്റുകൾ, ഇല്ലാത്ത ദുആകൾ. ഈ അടുത്ത കാലത്ത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു മാമ, പ്രായത്തിലുള്ള വാർദ്ധക്യത്തിലുള്ള ഒരു മാമ ചെല്ലുന്നത് എന്താ പറയുക, യാ ലത്തീഫ് യാ അല്ലാ, യാ ലത്തീഫ് യാ അല്ലാ, യാ ലത്തീഫ് യാ അല്ലാ. അപ്പോൾ നമ്മൾ ചോദിക്കും, അതേപോലെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഹക്കീമിനെ അല്ലെങ്കിൽ സമദിനെ വിളിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ യാ സമദ് യാ അല്ലാ, സമദ് യാ അല്ലാ, സമദ് യാ അല്ലാ, ഇങ്ങനെ പറയാൻ കുറേ സമയം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ ഇത് ഒരേ ഉപ്പാൻ്റെ മക്കാന്ന് ഇവരെല്ലാം, അവരെ നിങ്ങളെ കൊണ്ട് വിളിപ്പിക്കുന്നതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തമാശ രൂപത്തിൽ. അപ്പോൾ എന്നെ അടിക്കാൻ വന്നു, ഞാൻ ഓടി. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇല്ലാത്ത ഒരു ദിക്റ്, പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഇപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ സമദ് എന്ന അനാശ്രയൻ, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ എന്ന നാമം അള്ളാഹുണ്ട്. അല്ലാഹ സമീഹുൻ ബസീർ, അഥവാ സമീ എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, ബസീർ എല്ലാം കാണുന്നവൻ എന്നുള്ള അർത്ഥത്തിലുള്ള നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. തീർച്ചയായും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. 99 നാമങ്ങൾ അള്ളാഹുവിൻ്റെ, ഒരുപാട് നാമങ്ങളുണ്ട്. പക്ഷേ 99 നാമങ്ങൾ ഒരാൾ ഹൃദയസ്ഥമാക്കിയാൽ അവന് വലിയ പ്രതിഫലമുണ്ട്, സ്വർഗ്ഗമുണ്ടെന്നൊക്കെ പറഞ്ഞ വാചകങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ അത് ആ ഒരു പേര് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ദിക്റായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇല്ലാത്ത ദിക്റുകൾ അവരിങ്ങനെ ഉണ്ടാക്കുകയാണ് ഓരോന്നും. അതുപോലെ നമുക്കറിയാം, ഓരോ ബുർദയാണെങ്കിലും, ബുർദ ബൂസൂരി, ഇമാം ബൂസൂരി എഴുതിയ ബുർദ 600 ശേഷം ഉണ്ടായതാണ്. അതുപോലെ കുത്തുബിയത്താണെങ്കിൽ ഒരുപാട് ഒരുപാട്, അതുപോലെ മജ്ലിസ് നൂർ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നത്, അത് സലാത്ത് മജ്ലിസുകളും, അത് ഒരുപാട് ഇങ്ങനെ ഒരു പ്രത്യേകമായി ഒരു ഉണ്ടാക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ചാനൽ തുടങ്ങിയ പണ്ഡിതന്മാർ ചെയ്യുന്നതാ, ഓരോ ദിക്റുകൾ ദുആകൾ ഇങ്ങനെ ഉണ്ടാക്കാൻ, എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ. പാവപ്പെട്ട ഒരാളുകൾ ഇങ്ങനെ അത് കേട്ട് ചെല്ലും, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇതിലൂടെയൊക്കെ അവർ ചെയ്യുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഗണ്ണിക്കുന്ന കറക്റ്റായ ഒരു വചനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഫവൈലുല്ലദീന അഊദുബില്ലാഹിമിനശ് ശൈത്വാനി, വിശുദ്ധ ഖുർആൻ 2-ാമത്തെ സൂറത്ത് ബഖറയിലെ 78-ാമത്തെ വചനം, ഇവിടെ 79-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫവൈലുല്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയശ്തറൂ ബിഹി സമനൻ ഖലീല ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദിഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. 3 പ്രാവശ്യം ഫവൈലുൻ, നാശം എന്ന പദം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഇമാം ഇബ്നു കസീർ തൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്ന കാണാം, ശക്തമായ അവർക്ക് ഭയങ്കരമായ നാശം അവർക്കുണ്ടെന്നും, അതുപോലെ ഒരു പ്രത്യേക നരകത്തിലെ ഒരു പ്രത്യേക താഴ്വരയാണ് വൈലുൻ എന്ന വൈലുൻ എന്ന ഒരു പ്രത്യേക താഴ്വരയെക്കുറിച്ച്, അവിടെയുള്ള ഭയങ്കരമായ ശിക്ഷയെക്കുറിച്ചാണെന്നൊക്കെ ഇബ്നു കസീർ വിശദീകരിക്കുന്നത് കാണാം ഈ ഒരു ഭാഗത്തെ. അതായത് അവർക്ക് എഴുതിയ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുന്നു, എന്നിട്ട് ഇത് അള്ളാഹുവിൽ നിന്നാണെന്ന് പറയുന്നു. അവർ എഴുതിയ വകയിലും സമ്പാദിച്ച വകയിലും നാശം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്, എന്താണ് ഈ പറഞ്ഞതെന്ന്. അതുപോലെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. അതുപോലെ അവർ ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുക, സ്വന്തമായിട്ട് ദിക്റുണ്ടാക്കുക, എന്തുവാ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കും, ദിക്റില്ലേ, ദുആ ഇല്ലേ, ഇസ്ലാമിൽ നല്ല കാര്യമില്ലേ, ഇപ്പോൾ നല്ലതെന്ന് പറഞ്ഞു ചെയ്തു. നല്ലതെന്ന് പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു കാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം, ഞാൻ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപാട് ഹൈന്ദവ മതത്തിൽ, ക്രൈസ്തവ മതത്തിൽ, ഏത് മതം ഇല്ലാത്തവനും ഒക്കെ നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യഥാർത്ഥ ഒരു വിശ്വാസിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് അതിൻ്റെ മാനദണ്ഡം? ഒരുപാട് കർമ്മങ്ങളാണ് അവർ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ വീട് വെച്ച് കൊടുക്കുന്നു, സുഖമില്ലാത്തവരെ ശുശ്രൂഷിക്കുന്നു, ഒരുപാട് സമ്പത്ത് അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നു. പക്ഷേ വലിയ നല്ല കാര്യമാണ്, ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, നല്ല കാര്യമാണ്. പക്ഷേ മതപരമായി ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് പ്രതിഫലമുണ്ടോ? അത് അവർക്ക് വലിയ കൂലിയുള്ള കാര്യമാണ് അള്ളാഹിൻ്റെ അടുത്ത് നാളെ പരലോകത്ത്? അല്ല. എന്താ? അതായത് ഇന്നമൽ അഹ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹദീസ്. അതുപോലെ നിരവധി പണ്ഡിതന്മാർ തൻ്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ടാണ് ഇത്. ആദ്യമായി ഫസ്റ്റ് ഗ്രന്ഥത്തിൽ ഫസ്റ്റ് നമുക്ക് കാണാം, ബുഖാരി മുസ്ലിം പോലുള്ള ഹദീസ് ഗ്രന്ഥത്തിൽ പോലും, അതുപോലെ പള്ളി ദർസുകൾ പഠിപ്പിക്കുന്ന കിതാബുകളിൽ പോലും, ഫസ്റ്റ് 10 കിതാബിൽ പോലും ഫസ്റ്റ് ആയിട്ട് വന്ന ഹദീസുകൾ ഇതായിട്ട് കാണാം. ഉമറുള്ള ഹദീസ്, ഇന്നമൽ അഹ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലിക്കുല്ലി ഇംറിഇൻ മാ നവ. എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ ആ ഉദ്ദേശശുദ്ധി കറക്റ്റായാൽ മാത്രമേ അതിന് പ്രതിഫലമുള്ളൂ. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഉദ്ദേശശുദ്ധി കറക്റ്റായാൽ മാത്രമേ അതിന് പ്രതിഫലമുള്ളൂ. അതേപോലെ ദീനിലൊരു കാര്യം ചെയ്യുമ്പോൾ അത് പ്രവാചകൻ പഠിപ്പിച്ചതോ വിശുദ്ധ ഖുർആനിലോ പ്രവാചകൻ്റെ ചര്യയിലോ ഉണ്ടായതായിരിക്കണം. പ്രവാചകൻ പഠിപ്പിക്കണം. 33 സുബ്ഹാനല്ലാഹ് നിസ്കാര ശേഷം ചെല്ലാമെന്ന് ആര് പറഞ്ഞു? പ്രവാചകൻ പറഞ്ഞു. 35 ആക്കാൻ പറ്റുമോ? 37 ആക്കാൻ പറ്റുമോ? പറ്റില്ല. നല്ലതല്ലേ, ദിക്റല്ലേ എന്ന് പറഞ്ഞ് കൂടുതൽ ചെല്ലാൻ പറ്റും? പറ്റില്ല. ആ പ്രവാചകൻ അത്ര പഠിപ്പിച്ച് അത്ര മതി. നിസ്കാരശേഷത്തെ ഒരുപാട് തർക്കങ്ങളിലേക്ക് പോകും. ഓരോ നിസ്കാരശേഷത്തെ പ്രാർത്ഥന ആണെങ്കിലും കുനൂത്താണെങ്കിലും ഒരുപാട് 2 വിഭാഗങ്ങൾ തമ്മിൽ തർക്കത്തിലുള്ള വിഷയമാണ്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ ചില പണ്ഡിതന്മാർ ചാനലുകളിൽ ഇരുന്നിട്ട് അവർ പുതിയ ദിക്റുകൾ ഉണ്ടാക്കുകയും ദുആകൾ ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ കൂടുകയല്ല. ഇല്ലാതെ കെട്ടിച്ചമച്ചും കെട്ടുകഥകൾ, ഇല്ലാ കഥകളാണ് ഇവർ കൂടുതൽ പ്രചരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ സി എം മടവൂരിനെ കുറിച്ച് ഇവർ എന്താ വിശ്വസിക്കുന്നത്? ലോകം നിയന്ത്രിക്കുന്ന സി എം മടവൂരാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. പലിശ അലുവ തിന്നും പോലെ തിന്നാന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്.
അത് തലക്കെട്ടൊക്കെ കെട്ടിയപ്പോൾ നമ്മൾ വിചാരിക്കും തലക്കെട്ട് കെട്ടിയവരില്ലേ, വെള്ളം ഇട്ടവരില്ലേ, നമ്മളെ വഞ്ചിക്കോ പറ്റിക്കോ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ അവർ വഞ്ചിക്കും. പണ്ഡിതന്മാരും പുരോഹിതന്മാരും പെട്ട ധാരാളം ആളുകൾ ജനങ്ങളെ സ്വത്ത് അന്യായമായി തിന്നുന്നു. എൻ്റെ ബാധകമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ പറഞ്ഞതാണ്. അതേപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞ CM ഞങ്ങൾ ലോകം നിയന്ത്രിക്കുന്നു പറഞ്ഞ ആളുകളുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ വാർത്തയിൽ വന്ന്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീകണ്ഠനാരാ എന്ന അദ്ദേഹം ആ വാർത്തയിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചാനലാണ്. ഏത് ഞാൻ ചാനൽ ഇത്ര മീഡിയ വന്ന. അപ്പോൾ അദ്ദേഹം പറയുന്നത് CM മടവൂരിൻ്റെ ആ മക്കാമിൽ മോഷണം നടന്നു. മോഷണം നടത്തിയ ദിവസങ്ങൾക്ക് ശേഷം ആ മോഷണം നടന്നിട്ട് ആ പണ്ടാരപ്പട്ടിയിൽ നിന്ന് പൈസ പോയി. മോഷണം നടത്തിയ ദിവസങ്ങൾക്കുള്ളത് പിടിച്ച ഒരു വാർത്തയാണ്. അപ്പോൾ ഈ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടു കാണും ചിലപ്പോൾ. അപ്പോൾ അത് ക്ലിപ്പ് ഇട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരുപാട് ആളുകൾ പോസ്റ്റ് ചെയ്യുന്നു. ലോകം തന്നെ നിയന്ത്രിക്കുന്ന CM മടവൂരാണെന്ന് പറയുകയും, എന്നാൽ CM മടവൂരിൻ്റെ മക്കാമിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന പണ്ടാരപ്പട്ടിയിൽ നിന്ന് പൈസ കട്ടുകൊണ്ട് പോവുകയും അതുപോലെ തിരിച്ചറിയാനോ പിടിച്ചെടുക്കാനോ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ശരിക്കും മനുഷ്യൻ അത്രയും ദുർബലനാണ് മനുഷ്യൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഉപമകളിലൂടെ തൗഹീദ് പഠിപ്പിച്ചത് കാണാൻ വേണ്ടി സാധിക്കും. അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ച്. ഇപ്പോൾ നമുക്കറിയാം, ഇത് മാത്രമല്ല, ഇപ്പോൾ CM മടവൂരിനെ വിളിക്കാം, പല ഇതും പറയാറുണ്ട്. മൊയ്തു ഷേഖിനെ വിളിക്കാം, CM മടവൂരിനെ വിളിക്കാം, പ്രവാചകന്മാരെ വിളിക്കാം, അമ്പിയാക്കളെ വിളിക്കാം, ഔലിയാക്കളെ വിളിക്കാം. അവരോട് വിളിച്ചാലും ചോദിച്ചാലും സഹായം ചോദിച്ചാലും ഒരു പ്രശ്നവുമില്ല. ഉമ്മാട് ചോദിക്കുന്നില്ലേ, കട്ടൻ ചായ ചോദിക്കുന്നില്ലേ, ഡോക്ടർക്ക് പോയി രോഗം ചോദിക്കുന്നില്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. ട്രാൻസ്ലേഷൻ ഡയറക്റ്റാണോ കരണ്ടെടുക്കുന്നതൊക്കെ പണ്ട് ഉദാഹരണം പറയാനുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ കാര്യം ഉപമകൾ പോലും പറയാൻ പാടില്ല അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളോട് നമുക്ക് എന്തെങ്കിലും ചോദിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അസുഖം വന്ന് ഡോക്ടറെ അടുത്ത് പോകണം. തീർച്ചയായും വിശ്വാസം പറഞ്ഞ എല്ലാ അസുഖത്തിനും മരുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടറെ കാണാം, മരുന്ന് ഉപയോഗിക്കാം, പ്രാർത്ഥിക്കാം, പിന്നെ റുഖിയ ശറിയ മന്ത്രങ്ങൾ പോലുള്ള ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല, കേസല്ല. പക്ഷേ നമുക്ക് മഖാമിലേക്കാണ് പോകുന്നതെങ്കിലോ സിയാറത്ത് ടൂർ പോയിട്ട് എൻ്റെ ആഗ്രഹം സാധിക്കാൻ, ഒരാൾക്ക് വിസ കിട്ടാൻ, കുട്ടിയില്ലാതെ ഒരു കുട്ടി ഉണ്ടാക്കാൻ, അപ്പോൾ ചോദിക്കും ഖബർ സിയാറത്ത് സുന്നത്തല്ലേ? തീർച്ചയായും ഖബർ സിയാറത്ത് സുന്നത്താണ്. അത് മരണചിന്ത ഉണ്ടാക്കാനാണ്. അതുപോലെ നാളെ ഞാനും മരിച്ച് കിടക്കേണ്ടവനാണെന്ന് ഖബർ ചിന്ത ഉണ്ടാക്കുക. അതുപോലെ എല്ലാം വിട്ടു പോകാൻ, മരണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയാണ് ഖബർ സിയാറത്ത്. അല്ലാതെ നമ്മളെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഖബറിൽ കിടക്കുന്ന ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതുപോലെ ഒരുപാട് ഉപമകൾ, ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചറിയാം, ഒരുപാട് ഉപമകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈച്ചയുടെ ഉപമ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഈച്ചയുടെ ഉപമ പറഞ്ഞത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാരും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല കേട്ടോ. ഒരു ഈച്ച അതിൻ്റെ ചിറകിൽ വെള്ളം തട്ടിയെടുത്ത് കൊണ്ടുപോയി. അതായത് നമുക്കറിയാം, വിഗ്രഹങ്ങൾക്ക് മുന്നിൽ ഒരുപാട് പഴങ്ങളും ഫ്രൂട്ട്സുകളും, അതുപോലെ മഖാമുകളിൽ പോലും ഈത്തപ്പഴം, ഒരുപാട് ചെറിയ എരുമാടൊക്കെ പോയാൽ കാണാം ചെറിയ ചീരണി എന്ന രീതിയിൽ ചെറിയ ഒരു വൈറ്റ് നിങ്ങൾക്ക് മനസ്സിൽ വന്നിട്ടുണ്ടാവും ആ ചിത്രം. അപ്പോൾ അങ്ങനെയുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. അവിടെയൊക്കെ കൊണ്ടുവെക്കുന്ന ആ പ്രസാദം എന്നോ അല്ലെങ്കിൽ ആ കൊണ്ടുവെക്കുന്ന സാധനങ്ങൾ എന്തുമാകട്ടെ, അതിലൊരു ഈച്ച വന്നിരുന്ന് അതിന്ന് വല്ല തട്ടിയെടുത്ത് കൊണ്ടുപോയാൽ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോലും സാധിക്കുകയില്ല. ഇനി നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണോ? അല്ല, മുഴുവൻ ആളുകളും, ഒരു കോപ്പറേറ്റർ എന്ന കൂടി എല്ലാവരും കൂടി നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അമ്പ്യാക്കളും മൗലിയാക്കളും പിന്നെ മഹാന്മാരും ഷെയ്ഖന്മാരും എല്ലാവരും കൂടിയാലും ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യമല്ല. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ തപ്പയ കുരുവിൻ്റെ പാട പോലും അധീനപ്പെടുത്തുന്നില്ല അവർ. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ആരായിരുന്നാലും. ഇപ്പോൾ ഏറ്റവും പ്രഗത്ഭമായ വിഷയം, ഇപ്പോൾ പ്രവാചകൻ മദീനയിലേക്ക് വരുന്ന സമയത്ത്, അല്ല മക്കയിലേക്ക് കടന്നു വന്ന സമയത്ത്, പ്രവാചകൻ നബൂവത്ത് കിട്ടിയ സമയത്ത് പോലും നമുക്കറിയാം അവിടെ ഒരുപാട് തിന്മകളുണ്ടായിരുന്നു. അവിടെ എന്തുകൊണ്ട് ഈ വിഷയം തന്നെ സംസാരിക്കുന്നത് വെച്ചാൽ, അവിടെ ഒരുപാട് തിന്മകളുണ്ടായിരുന്നു. മദ്യപാനമുണ്ടായിരുന്നു, വ്യഭിചാരമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ആയിഷ പറയുകയാണ്, നമ്മുടെ ഉമ്മഹാത്തുൽ മുഹ്മിനീങ്ങളുടെ ഉമ്മഹാത്തുൽ മുഹ്മിനീൽപ്പെട്ട ആയിഷ റളിയല്ലാഹു പറയുകയാണ്, പ്രവാചകൻ മദ്യപിക്കരുതേ എന്ന് പറഞ്ഞാൽ ഒരാളും അത് കേൾക്കുമായിരുന്നില്ല, വ്യഭിചരിക്കരുതേ എന്ന് പറഞ്ഞാൽ ഒരാളും അത് കേൾക്കുമായിരുന്നില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞത്, അള്ളാഹനെ നിങ്ങൾ ആരാധിക്കണം, അവനെ ഭയപ്പെടണം, അവനനുസരിച്ച് ജീവിക്കണം. അങ്ങനെ അള്ളാഹിനെ കുറിച്ച് മാത്രം തൗഹീദ്, പ്രാർത്ഥന, ആരാധനയുടെ എല്ലാ അംശങ്ങളും അള്ളാഹുവിന് മാത്രം. അതുകൊണ്ടാണ് ഈ മാത്രം എന്ന പദം തന്നെ ഇവർക്ക് പറ്റാത്ത ചില ആളുകൾ. ഇപ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ പോലും ചില ആളുകൾ അർത്ഥം പറയുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നടുത്ത് ഇവർ ചെയ്യാറുള്ള ഒരു തെരികിട പലപ്പോഴും പല വീഡിയോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിന്നെ ആരാധിക്കും, നിന്നോട് സഹായം ചോദിക്കുന്നു മാത്രമാക്കും. അങ്ങനെ മാത്രം എന്നുള്ള പദം പോലും പ്രയോഗിക്കില്ല. കാരണം എന്താ, ചില പണ്ഡിതന്മാർക്ക് അതറിയാം, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഫാത്തിഹ ഓതുന്നു. എന്തിനാ നിരന്തരം 17ഓളം പ്രാവശ്യം ഓരോ നമസ്കാരത്തിലും വക്കത്തിലും, അപ്പോൾ സുന്നത്ത് നിസ്കാരത്തിലും കൂട്ടുമ്പോൾ എത്ര ഫാത്തിയായി. അവിടെയൊക്കെ ഓരോ ഫാത്തിഹയിൽ നമ്മൾ പാരായണം ചെയ്യുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പറയുന്ന നാം, അപ്പോൾ നമ്മൾ വജ്ജഹത്ത് ശ്രദ്ധിക്കുക, ഇങ്ങനെ മാത്രം പറയുന്ന നാം എന്തുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യമായി വരുന്നു, ആശ്രയിക്കുന്നു, മറ്റുള്ളവരെ നമ്മൾ വസീലയാക്കുന്നു, ഫളീലാക്കുന്നു, അല്ലെങ്കിൽ വസീല കൊണ്ട് ഫളീല കൊണ്ടാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ചോദിക്കാനില്ല, നമുക്ക് അവൽ പോയിരുന്നു ചില ആളുകൾ പറയാറുണ്ട്. ഡയറക്റ്റാണ് ചോദിക്കുന്ന പ്രാർത്ഥനകൾ നമ്മൾ കാണാറുണ്ട് ക്ലിപ്പുകളിലൂടെയൊക്കെ.
ഇവിടെ അതുപോലെ വജ്ജൗത്തു നോക്കൂ, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കുന്ന രീതിയിൽ വജ്ജൗത്തു വജിഹലില്ലതി ഫതറസമാവാത്തി, എപ്പോൾ നിസ്കാരത്തിന് കൈയായിട്ട് നമ്മൾ ഫസ്റ്റ് ചൊല്ലുന്നതാണ് വജ്ജൗത്തു, എൻ്റെ മുഖത്ത് ഞാനിതാ തിരിച്ചിരിക്കുന്നു. വജിഹലില്ലതി ഏതൊരുവനിലേക്ക് ഫതറസമാവാത്തി ഉള്ള ആകാശഭൂമികളെ സൃഷ്ടിച്ച ഒരുവനിലേക്ക്, ഭൂമിയെയും അനീഫൻ അനുസരണ വിധേയനായിട്ട്, അതായത് ആകാശവും ഭൂമിയൊക്കെ അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് അങ്ങനെയുള്ള ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അനുസരണ വിധേയൻ അനീഫ മുസ്ലിമായിട്ട് വമാ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനേ അല്ല. അതാണ് വജ്ജൗത്തുൽ പറയുന്നത്. ഇന്ന സലാത്തി തീർച്ചയായും എൻ്റെ നമസ്കാരം, മനുസുഖി എൻ്റെ ജീവിതം, വാതി എൻ്റെ മരണം, എൻ്റെ ജീവിതം എൻ്റെ മരണം ഇല്ലാഹി അള്ളാഹുവിനാകുന്നു. ലാശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. ഒബിദാലിക്ക്, അതുകൊണ്ട് ഉമിർത്തു, ഞാൻ എന്നോട് ഇതാ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വാനമിനൽ മുസ്ലിം, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ് ആകാൻ വേണ്ടി എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമ്മളവിടെ പറയുന്നത്. നമ്മൾ നേരെ തിരിഞ്ഞു വന്ന് മറ്റുള്ളവരെ നമുക്ക് ആശ്രയിക്കാം. മമ്പ്രതങ്ങളെ വിളിച്ചാലെന്താ, റിഫായ് ഷേഖിനെ വിളിച്ചാലെന്താ, മൊയ്ത് ഷേഖിനെ വിളിച്ചാലെന്താ, എന്താ കുഴപ്പം? ഇവിടെ നമ്മൾ പറഞ്ഞതെന്താ, നിന്നോട് മാത്രം സാഹചര്യം, നിന്നോട് മാത്രം നിസ്കാരത്തിൽ ഇപ്പോൾ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ. അപ്പോൾ ഇവിടെ ഇത് കൃത്യമായി പണ്ഡിതന്മാർ, ഞാൻ പറഞ്ഞു വന്നത് കൃത്യമായി ഇതൊന്നും പണ്ഡിതന്മാർ പഠിപ്പിച്ച് തരുന്നില്ല. യഥാർത്ഥ തൗഹീദ് അവർ മറച്ചു വച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരായിരുന്നു? നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാരും തന്നെ ഇപ്പോൾ ഈസാ നബിനെ വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഭയങ്കര വിരോധപരമായ ഒരു കാര്യം. ഇപ്പോൾ ക്രൈസ്തവർ ഈസാ നബിയെ വിളിക്കുമ്പോൾ, മറിയം ബീവിയെ വിളിക്കുമ്പോൾ നമ്മൾ പറയാണ് അത് പാടില്ല, തെറ്റാണ്, ഈസാ നബിനെ വിളിക്കാൻ പാടില്ല. അങ്ങനെ ഇസ്ലാമൊന്നും അങ്ങനെയൊന്നുമില്ല. പ്രവാചകന്മാർ ഞാൻ കുറച്ചിപ്പുറം വരുമ്പോൾ അത് വലിയ തങ്ങ ഹോജ ഹാജ എന്നൊക്കെ പറയുന്ന വലിയ വലിയ പണ്ഡിതൻ എന്ന് പറയുന്ന വലിയ തങ്ങന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ എന്ന് പോലും പറയുന്ന, അവകാശപ്പെടുന്ന, വാദിക്കുന്ന ആളുകൾ പോലും ഞങ്ങളെ കാണുന്നില്ല, ഞങ്ങളെ പ്രയാസം നീക്കണേ തങ്ങളെ എന്നിട്ട് ഡയറക്റ്റ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് ശരിയും ഇത് തെറ്റാവും? അല്ല, രണ്ടും തെറ്റാണ് നമ്മളെ പ്രകാരം. കാരണം പ്രവാചകനെ ആരാധിക്കപ്പെടാമല്ല. പ്രവാചകൻ കൃത്യമായി പറഞ്ഞു ബനി ഇസ്രായേലുകൾക്ക് പറ്റിയ അബദ്ധം, അതായത് ഈസാ നബിനെ പിൻപറ്റിയ ആളുകൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് ഒരിക്കലും പറ്റരുത്. അവർ അവരുടെ അമ്പ്യാക്കന്മാർ അധികമായി പുകഴ്ത്തി കളഞ്ഞു അമ്പ്യാക്കളെ. അതായത് ഈസാ നബിനെ അവർ പുകഴ്ത്തി എന്താക്കി? ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയിട്ട് അള്ളാഹിൻ്റെ അടുത്ത് ഇങ്ങനെ സ്ഥാനം, അള്ളാഹിൻ്റെ പുത്രനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സത്തയാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള അംശമാണ്, എന്ന രീതി പല രീതിയിൽ വ്യാഖ്യാനിച്ച് അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് വാദിച്ചു അള്ളാഹ് തന്നെ എന്ന് ബാധിച്ച കുറേ ആളുകളുണ്ടായി ഇവിടെ. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി പറഞ്ഞു, എന്നേക്കുന്ന പോലും പ്രവാചകൻ ഒരാൾ എന്നേക്കുന്ന പോലും പ്രവാചകൻ ഉപയോഗിച്ചു, ഞാൻ അബുദുള്ള. ഇപ്പോൾ ഇസ്രാ മിറാജ് യാത്രയെക്കുറിച്ച് പോലും പറഞ്ഞിടത്ത് പോലും നമുക്കറിയാം, ഇസ്രാ മിറാജ് യാത്ര ഏറ്റവും സങ്കീർണമായ പ്രവാചകൻ ജീവിതത്തിൽ ഏറ്റവും വലിയ മുഴുവത്തിൽ അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമായ ഇസ്രാ മിറാജ് യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ട് സൂറത്ത് ഇസ്രാ 17-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തന്നെ അബുദ് എന്ന പദം കൊണ്ടാണ് അവിടെ പറയുന്നത്. ഞാനത് കേൾപ്പിച്ചു തരാം. ചില ആളുകൾക്ക് വിചാരിക്കും ഞമ്മ പറയുമ്പോൾ അതില്ല തന്നെയാണ്, ഇല്ലാത്ത തന്നെയാണ്, അങ്ങനെയൊക്കെ സംശയങ്ങൾ വരാൻ. കൃത്യമായി ആ പദം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അബുദ്, എൻ്റെ ദാസനത, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, എൻ്റെ ദാസനെ, എൻ്റെ അടിമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ അവിടെ പ്രവാചകൻ പറഞ്ഞതും അങ്ങനെ തന്നെ, ഞാൻ ഇനി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ദാസനുമാണ്. നിങ്ങൾ പറഞ്ഞോളൂ, പ്രവാചകൻ പറയും, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അള്ളാഹിൻ്റെ അടിമയും ദാസനുമാണ്, നിങ്ങൾ പറഞ്ഞോളൂ, പ്രവാചകനാണ്, അള്ളാഹിൻ്റെ അടിമയാണ്. അതുപോലെ ആ പ്രവാചകനെ പോലും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഈസാ നബിനെ പ്രാർത്ഥിക്കാൻ പാടില്ല, നബിനെ പ്രാർത്ഥിക്കാൻ പാടില്ല. അതേപോലെ ഇങ്ങനെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു ഉപമ കൂടി പറയുകയാണ്. ഈത്തപ്പഴക്കുരുവിൻ്റെ പാട എത്ര ഉണ്ടാവും? ചെറിയൊരു പാട, ഒരു കുരുവിൽ ഞാൻ കാണിച്ചാൽ ഈത്തപ്പഴത്തിൻ്റെ ബോക്സിലും ഉള്ള ഞാൻ മൊബൈൽ വെച്ചില്ല. അപ്പോൾ അവിടെ ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അധീനപ്പെടുത്തുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും അവർ അധീനപ്പെടുന്നില്ല, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ആര് തന്നെ ആയാലും. അതേപോലെ ഒരുപാട് ഉപമകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഉള്ള ഉപമകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ ചില ആളുകൾ ആശ്രയിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. അല്ലാഹു അല്ലാത്തവരെ ആശ്രയിക്കുന്നവൻ ആകാശത്ത് നിന്ന് വീണ പോലെ, ഒരു പിടിക്കയറോ ഒന്നുമില്ല. അതേപോലെ ആകാശത്ത് നിന്ന് വീണ പോലെ സൂറത്ത് ഹജ്ജിലെ 31-ാമത്തെ വചനം. അതേപോലെ 16-ാം അധ്യായം സൂറത്ത് നഹ്ലിൽ 92-ാമത്തെ വചനം, കയർ പിരിച്ച് കറഞ്ഞവനെ പോലെ നിങ്ങൾ ആകരുതെന്ന് പറഞ്ഞു. അവിടെ 16-ാം അധ്യായം സൂറത്ത് നഹ്ലിൻ്റെ 92-ാമത്തെ വചനം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കയർ ഉണ്ടാക്കി, കയറിങ്ങനെ പിരിച്ച് കയറുണ്ടാക്കുന്നത് ഭയങ്കര പണിയാണ്. അപ്പോൾ അതുണ്ടാക്കിയിട്ട് വൈകുന്നേരം ആകുമ്പോൾ കയറിങ്ങനെ പിരിച്ചു കളയാം വെറുതെ. അതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടാവും, ദ്വാരക്കുന്നുണ്ടാവും, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ശിർക്ക് ചെയ്താൽ നിങ്ങളെ സകല അമലുകളും ബാത്തിലായി പോകും. അള്ളാഹുവിലേക്ക്, ആകാശത്തിലേക്ക് ഉയരുകയില്ല. അത് നിങ്ങൾ എത്ര കർമ്മം ചെയ്താലും ആകാശത്തിലേക്ക് അത് ഉയരുകയില്ല, എല്ലാം ബാത്തിലായി പോകും, നിഷ്കർമ്മമായി. അവരുടെ ആത്മാവിനെ പോലും അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ, അവരുടെ ആത്മാവിനെ പോലും, നല്ല മനുഷ്യരുടെ ആത്മാവിനെ പോലെ മാത്രമേ ആകാശത്തിന് മുകളിൽ ഉയരുകയുള്ളൂ, അല്ലാത്തവരെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കപ്പെടും. അതേപോലെ
വൈകുന്നേരം വരെ കയറ് ഉണ്ടാക്കിയിട്ട് കയറ് പിഴുത് കളഞ്ഞ പോലെ നിങ്ങൾ ആകരുതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. 16-ാമത്തെ തൊഴിലുണ്ട്. അതുപോലെ 39-ാമത്തെ സൂറത്തുൽ സുമറിൻ്റെ ഒരു ഭാഗം 29-ാമത്തെ വചനം. പരസ്പരം എവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റൊരു ഉപമയാണ്. പരസ്പരം വഴക്കടിക്കുന്ന ഒരു മുദീറുണ്ട് അയാൾക്ക്, അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ, അദ്ദേഹത്തിന് ഒരുപാട് മുതലാളിമാരുണ്ട്. അപ്പോൾ ഈ മുതലാളിമാരെല്ലാം മുതലാളിമാരില്ല അങ്ങനെ പരസ്പരം വഴക്കടിക്കുന്നവരാണ്, പരസ്പരം ശത്രുക്കൾ വഴക്കടിക്കുന്ന ആളുകളാണ് ഇവൻ്റെ മുദീർ ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് ഉത്തമൻ. അല്ല ഒറ്റൊരു മുദീർ മാത്രം, അതായത് ഒറ്റൊരു മുദീർ മാത്രമല്ല ഒരാൾ കീഴിൽ ജോലി ചെയ്യുന്നതാണ് ഉത്തമം. 2 പാർട്ട്ണർമാരുണ്ടെങ്കിൽ നമുക്ക് കാണാറുണ്ട് അവസ്ഥ എന്താണ്. പല സ്ഥാപനങ്ങളിൽ 2 പാർട്ട്ണർമാരിലെടുത്ത് ജോലിക്കാരുടെ അവസ്ഥ എന്ത്, ഓൻ പറഞ്ഞു കേൾക്കണം, ഓൻ പറഞ്ഞ കേൾക്കണം, അത് കേൾക്കണം, ഇത് കേൾക്കണം, ആകെ കൺഫ്യൂഷനായി കളി. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ചിലപ്പോൾ അവർ പറയുകയും ചെയ്യും. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിക്കുകയാണ്. 39-ാം അധ്യായം സൂറത്തുൽ സുമറിൻ്റെ 29-ാമത്തെ വചനം. നിങ്ങൾ പരിഭാഷ എടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പരസ്പരം വഴക്കടിക്കുന്ന യജമാനാണ് ഉത്തമൻ, അല്ല ഒരു യജമാനൻ മാത്രമുള്ള ഒരാളാണ് ഉത്തമൻ എന്നുള്ളൊരു ഉപമയിലൂടെ ഉദാഹരണത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ കാറ്റിൽ പറന്ന ചാരം. ഇപ്പോൾ ഒരുപാട് ഇവർ പറയാറുണ്ട്, ഒരുപാട് കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ് ദിക്ർ ചൊല്ലുന്നു, ദുആ ചൊല്ലുന്നു, ഒരുപാട് നിസ്കാരങ്ങൾ, ളുഹ വേറെ, സുന്നത്ത് വേറെ, ഫർള് വേറെ, ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് നാളെ യഥാർത്ഥ വിശ്വാസം തൗഹീദ് ഉള്ളിലില്ലെങ്കിൽ, അതായത് അള്ളാഹുവിനെ മാത്രം ഭയക്കുക, അവനെല്ലാം കാണുന്നവനെല്ലാം കേൾക്കുന്നവനെല്ലാം അറിയുന്നവനാണ്, അവനെ മാത്രം അടിയുറച്ച് വിശ്വസിച്ച് എല്ലാ കർമ്മങ്ങളും അവൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്ത്, അങ്ങനെ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടല്ല ഒരാൾ കർമ്മങ്ങൾ ചെയ്യുന്നത്, യഥാർത്ഥ വിശ്വാസം ഒരാളില്ല, ഒരുപാട് കർമ്മങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ അവസ്ഥ സൂറത്ത് അഹ്റാഫ് 175-176 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ 14-ാമത്തെ സൂറത്ത് ഇബ്രാഹിമിൻ്റെ 18-ാമത്തെ വചനം, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാറ്റിൽ പറന്ന ചാരം പോലെയാണ്. അതായത് വലിയൊരു കാറ്റും മഴയൊക്കെ വരുമ്പോൾ, ഒരു കാറ്റ് വരുമ്പോൾ പാരം നമ്മൾ കത്തിച്ച് വെച്ച വെണ്ണീരുണ്ടാവില്ല, ആ വെണ്ണീർ എങ്ങനെ കാറ്റിൽ പറന്നു പോകുന്നു, അതുപോലെ നിങ്ങളുടെ കർമ്മങ്ങൾ ചാരമായി പറന്നു പോകും. അതുപോലെ സൂറത്ത് അഹ്റാഫ് 175-176 അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നായയുടെ ഉപമ, അത് നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നായയുടെ ഉപമ, അവനെന്ത് കൊടുത്താലും, നായക്ക് എന്തും കൊടുത്താലും നാഗ് നീട്ടിട്ട് നാഗ് പുറത്തിടും, കൊടുത്തില്ലെങ്കിലും പുറത്തിടും, അങ്ങനത്തെ ഒരു ഉപമ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ 2-ാമത്തെയും 79-ാമത്തെ വചനം ഞാൻ നേരത്തെ ഉദ്ധരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വൈലുൻ നാശം എന്ന് പറയുന്ന ഭാഗം, സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുകയും അല്ലാഹുവിൽ നിന്നാണ് പറയുകയും ചെയ്യുന്നവർക്ക്. അതേപോലെ സത്യസന്ധന്മാരായ നല്ലവരായ പണ്ഡിതന്മാരും ഉണ്ട് എന്ന് ആദ്യം ഞാൻ പറഞ്ഞു. അവർക്ക് വലിയ പ്രാധാന്യമുണ്ട്, വലിയ ശ്രേഷ്ഠതയുണ്ട്, അവർക്ക് അവരുടെ ഒരുപാട് പദവികളുള്ള കാര്യവും ഞാൻ പറഞ്ഞു. അതേപോലെ യഥാർത്ഥ തൗഹീദ് മറച്ചു വെക്കുന്ന, അതിനെ വളച്ചൊടിക്കുന്ന പണ്ഡിതന്മാരും ഉണ്ട് എന്നും എൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞു. പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലായി വരുന്നു. മറ്റൊരു വിഷയമായ സൗണ്ട് ഭയങ്കര ഡിപ്രഷൻ, വാഹൃതമായ നല്ല കാര്യങ്ങൾ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താവാത്ത തൗഫീഖ് നൽകട്ടെ. വാഹൃതമായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.